നമസ്കാരം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഞാൻ 2 ദിവസത്തിന് മുമ്പിട്ട് ഒരു പ്രതികരണം ഒരു യഹോവ സാക്ഷിക്കാരനും ഒരു കത്തോലിക്കനും കൂടെ ഉള്ള ഒരു സംഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ തങ്ങളിലുള്ള ഒരു തർക്കത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ഞാനൊരു അപ്പോസ്തലിക സഭക്കാരനായതുകൊണ്ട് ഞാൻ ആ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഒരാവശ്യമില്ല, അവരെ സംബന്ധിച്ചല്ല. അപ്പോൾ ഒരു പെന്തിക്കോസുകാരന് ഭയങ്കരമായ വിഷമം. നമ്മുടെ ചങ്ങാതിയാണ് കേട്ടോ, പെന്തിക്കോസുകാരനാണെങ്കിലും പുള്ളി നമ്മുടെ ചങ്ങാതിയാണ്. പക്ഷെ പുള്ളിക്ക് വല്ലാത്ത വിഷമം. എന്നാൽ പിന്നെ ആ പുള്ളിയുടെ വിഷമം നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുന്ന എങ്ങനെ? എന്നാൽ പിന്നെ ആ പുള്ളിയുടെ വിഷമത്തിനും പുള്ളിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കട്ടെ. പെന്തിക്കോസുകാരനാണ്, ബുദ്ധി ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. കാരണം പെന്തിക്കോസുകാരിൽ നിന്ന് നമ്മൾ ആവറേജ് ബുദ്ധി പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അവർ ഈ പുസ്തകത്തിന് തലച്ചോറ് അടിമപ്പെടുത്തി വെച്ചേക്കുന്നതുകൊണ്ട് അവർക്ക് നേരായ കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഗ്രഹിക്കാനോ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ ആശയധാര ഉള്ളവർക്കും ഈ മറുപടി എടുക്കാം. അപ്പം നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമ ഇസ്രായേലിനെ പഴയ നിയമ കർത്താവ് തൻ്റെ ഭാര്യമാരെന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ വായിക്കുന്നുണ്ട് എസെക്കിയേലിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ യഹോവ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യമാർ 2 ഉണ്ട്, ഒന്ന് ശമരിയയും ഒന്ന് യെറുശലേമുമാണെന്ന്. അതായത് നോർത്തേൺ കിങ്ഡത്തിൻ്റെ തലസ്ഥാനമായ ശമരിയായും സദേൺ കിങ്ഡത്തിൻ്റെ തലസ്ഥാനമായ ജെറുസലേമും. അപ്പോൾ ഇവരെ 2 ഭാര്യമാരായിട്ടാണ് പഴയ നിയമത്തിൽ അഭിസംബോധന ചെയ്യുന്നത് യഹോവ. അപ്പോൾ അതാണ് അതിൻ്റെ കോണ്ടക്സ്റ്റ്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് റോമാലേഖനം 7-ാം അധ്യായത്തിലാണ്. 7-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം ഞാൻ എടുക്കട്ടെ. ഏഴാം അധ്യായത്തിലെ 1-ാം വാക്യം: സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? റോമാലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അപ്പം ഈ നമ്മുടെ വിശുദ്ധ പൗലോസ്ലീഹ ഇത് കൃത്യമായിട്ട് നിയമം, അതായത് ഈ നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിലെ യഹൂദന്മാരോടാണ് ഇത് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമം അറിയാവുന്നവൻ, ന്യായപ്രമാണം എന്താണെന്ന് അറിയാവുന്നവൻ, അവനോടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പം ഇനി എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഇത് ന്യായപ്രമാണത്തിൻ്റെ ഇതാണ്. എന്നാൽ ഭർത്താവ് 3-ാമത്തെ വാക്യം: ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരും. ഭർത്താവ് മരിച്ചെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാത്തവണ്ണം ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രയാകുന്നു. ഇനിയുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വാക്യം. അതായത് പഴയ നിയമത്തിലെ കർത്താവാണ്, അതായത് പഴയ നിയമത്തിൽ നമ്മൾ കർത്താവ് എന്ന് പറഞ്ഞ യഹോവയാണ് എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്ന് പറയുന്നവരോടാണ് ഇനി പറയുന്ന വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇനിയത്തെ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തു അല്ല, യഹോവയും യേശുക്രിസ്തുവും 2 കർത്താവുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അല്ല,
പഴയ നിയമത്തിലെ യഹോവയായ കർത്താവാണ് പുതിയ നിയമത്തിലെയും കർത്താവ് എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരോടാണ് എൻ്റെ മറുപടി. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി 4-ാമത്തെ വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മൂലം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഈ പഴയ നിയമത്തിലെ യഹോവയെ പിടിച്ചുകൊണ്ട് വരുന്ന പെന്തിക്കോസുകാരൻ ഇത് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കണം. ഇനി നമുക്ക് വേറെ 2 വാക്യം ഇനി ഇതിനോട് ചേർന്നിട്ട് നമുക്ക് വായിക്കേണ്ടുന്ന വാക്യമാണ് അടുത്തത്. ഇനി എങ്ങനെയാണ് ഈ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് 6-ാം അധ്യായം 3-4 വാക്യത്തിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ വായിക്കാം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിന് ആകുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്താണ് അതിന്റെ കാര്യം? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പൊ സ്നാനം എന്താ? യേശു കർത്താവിനെ സ്വന്തം കർത്താവായി സ്വീകരിച്ച് അവന്റെ പിന്നിൽ അണിനിരക്കുന്ന പ്രക്രിയയാണ് സ്നാനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കർത്താവായി ഉയർത്തെണീറ്റവനായ കർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് സ്നാനമേൽക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് പഴയ നിയമത്തിലെ കർത്താവ് ഇപ്പോഴും നിങ്ങളുടെ കർത്താവാണെന്ന് പറയുന്നത്? അത് തെറ്റാണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. ഇനി അതിന്റെ തന്നെ 4-ാമത്തെ വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്താൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് തന്റെ പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. മനസ്സിലായോ? അപ്പൊ നമ്മള് ക്രിസ്തുവിനോട് മരിച്ചടക്കപ്പെട്ടവരാണ്, അവിടെ നമ്മൾ ഉയർത്തെണീച്ചവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിട്ടുണ്ടെങ്കിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റ് കർത്താവിനെ കർത്താവായി സ്വീകരിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഇപ്പോഴും യഹോവയെ നിങ്ങളുടെ കർത്താവായി കൊണ്ടു നടക്കുന്നു എന്ന് മറുപടി പറയേണ്ടുന്നത് നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്നോട് നിങ്ങൾ കമന്റിൽ കടന്ന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ന്യായപ്രമാണം സംബന്ധിച്ച് ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്നിട്ട് ഉയർത്തെണീക്കപ്പെട്ട നമ്മൾ ഇപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നും വിമുക്തരാണ്. അതായത് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ ന്യായപ്രമാണത്തിന് പ്രകാരം എങ്ങനെ അടിമയായിരിക്കുന്നുവോ അതുപോലെ ന്യായപ്രമാണം സംബന്ധിച്ച് പഴയ നിയമ ജനത യഹോവയുടെ ഭാര്യയായിരുന്നു.
എന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിക്കുന്നതിലൂടെ നമ്മൾ ആ കർത്താവിനെ ഉപേക്ഷിച്ച് ന്യായപ്രമാണ പ്രകാരം ഭർത്താവ് മരിച്ചത് കൊണ്ടാണ് മറ്റൊരുവന് ഭാര്യയായി തീർന്നത്. അതായത് നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ ആ കർത്താവിൻ്റെ മരണത്താൽ നമ്മളും പുതിയ നിയമ ഇസ്രായേലായി മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് പഴയ നിയമ കർത്താവില്ല. ഇനിയും രണ്ടുപേരുടെ സാക്ഷ്യമാണ് പുതിയ നിയമം നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ പത്രോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പത്രോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്ന വാക്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36-ാം വാക്യം. ആകയാൽ നിങ്ങൾ കുരിശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും അറിയട്ടെ. ഇസ്രായേൽ ഗ്രഹമൊക്കെയും അറിയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇസ്രായേലിന് 2 കർത്താവിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന കർത്താവും പുതിയ നിയമത്തിലെ കർത്താവ് ഒന്നാണെങ്കിൽ ഒരേ സമയം ഇസ്രായേലിന് ഇപ്പോൾ 2 കർത്താവുണ്ടോ? ഉണ്ടോ? അത് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, യഹൂദന്മാരോട് സംസാരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന യഹൂദനോട് സംസാരിക്കുമ്പോഴാണ് കൃത്യമായിട്ട് പൗലോസ്ലീഹായും പത്രോസ്ലീഹായും പറയുന്നത്, നിങ്ങൾ പുതിയ നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏക കർത്താവേ ഉള്ളൂ, അത് കർത്താവായ യേശു കർത്താവാണ്. അല്ലാതെ നിങ്ങളിപ്പോഴും ആ പഴയ ഭർത്താവുമായി നിങ്ങൾക്ക് ബന്ധമില്ല. കാരണം മരണം സംബന്ധിച്ച് നിങ്ങൾ മരണത്തോടുകൂടി, പഴയ നിയമ കർത്താവിൻ്റെ മരണത്തോടുകൂടി, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി നിങ്ങൾ ആ പഴയ നിയമ പാപ ന്യായപ്രമാണത്തിൽ നിന്നും നിങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തു എന്ന് പറയുന്ന ശരീരത്തോട് ചേർന്നിരിക്കുന്നു. ക്രിസ്തു എന്ന മണവാളന് വിവാഹ നിശ്ചയം ചെയ്ത മണവാട്ടി ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയേണ്ടുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, പുതിയ നിയമ കർത്താവ്, അതായത് യേശു കർത്താവായ ഏക കർത്താവേ ക്രിസ്ത്യാനിക്കുള്ളൂ. നിങ്ങൾ യഹൂദനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കർത്താവുണ്ട്. ഇപ്പോഴും നിങ്ങൾ യഹൂദനാണെങ്കിൽ നിങ്ങൾക്കൊരു കർത്താവുണ്ട്. അത് നിങ്ങൾ ഈ പറയുന്ന പഴയ നിയമ കർത്താവാണ്. നിങ്ങൾ അതിനെ യഹോവയെന്നോ എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷെ ക്രിസ്ത്യാനിക്ക് ഒറ്റ കർത്താവേ ഉള്ളൂ, അത് കർത്താവായ യേശുമിശിഹയാണ്. അങ്ങനെ ക്രിസ്തീയ മാർഗം സ്വീകരിച്ച യഹൂദന് ഒരു കർത്താവേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെ സംബന്ധിച്ച് അവന്റെ ന്യായപ്രമാണത്തിന്റെ സകല നുഖങ്ങളും യേശു ക്രിസ്തു കുരിശിൽ ചുമന്നൊഴിച്ചു. അതുകൊണ്ട് ന്യായപ്രമാണ സംബന്ധമായി പഴയ നിയമ ഇസ്രായേല് മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നതോ നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നതോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്, ഏകരക്ഷകൻ. അതുകൊണ്ടാണ് ഏകരക്ഷകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്. അത് യഹൂദന് മനസ്സിലായി. എന്ത്? പുതിയ കർത്താവിനേക്ക് അവൻ മാറിയിരിക്കുന്നു, അവൻ സ്നാനം സ്വീകരിച്ചു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇസ്രായേൽ പുരുഷന്മാർ ചോദിക്കുന്നുണ്ട് അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 2:37 അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? അപ്പോഴാണ് പത്രോസ്ലീഹ പറയുന്നു, നിങ്ങളെ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പഴയ നിയമ കർത്താവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ പിന്നെന്തിനാണ് ഈ പുതിയൊരു കർത്താവിന്റെ കീഴിലേക്ക് ഈ ജനങ്ങളെ വിടേണ്ടെന്ന ആവശ്യം? അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ പണയം വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ പറയുകയും നിങ്ങൾ ബൈബിൾ അനുസരിച്ചല്ല ജീവിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകളെ കെട്ടിയിരിക്കുകയാണ്. നിങ്ങൾ വായിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് പറയുന്നതെന്നും വായിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതെന്നും. നിങ്ങൾ അടിമത്തത്തിലാണ്. എന്നിട്ട് ആ അടിമത്തത്തിലിരുന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി, യഹോവയാണ് ദൈവം. യഹോവയാണ് ദൈവമെങ്കിൽ പിന്നെ ഈ പുതിയതായിട്ട് ഇസ്രായേലിന് പുതിയൊരു കർത്താവിനെയും കൂടെ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അവിടെ എന്താണ് ആവശ്യം? അപ്പോൾ ഏക കർത്താവേ ഉള്ളൂ, ക്രിസ്ത്യാനിക്ക് ഏക കർത്താവേ ഉള്ളൂ, അത്
കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്കേക ദൈവമേ ഉള്ളൂ, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം. പെന്തിക്കോസുകാരന് പിന്നെ പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ത്രിയേക ദൈവ വിശ്വാസിയൊന്നുമല്ല. അവനെ സംബന്ധിച്ച് പഴയ നിയമം എന്ന് പറയുന്നത് പിതാവിന്റെ പ്രവൃത്തികളാണ്, പുതിയ നിയമം എന്ന് പറയുന്നത് പുത്രന്റെ പ്രവൃത്തികളാണ്. കാരണം അതെന്താണെന്ന് അവന് ഇതുവരെ ദൈവശാസ്ത്രം, പെന്തിക്കോസുകാരനൊരു ദൈവശാസ്ത്രമൊന്നുമില്ല. പുസ്തകം കൈ കിട്ടുന്നവൻ ആ പുസ്തകം എടുത്ത് വെച്ച് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും, എവിടെന്നെങ്കിലുമൊക്കെ 2-3 മുറിവാക്കി എടുക്കും, എന്നിട്ട് ഒരു നീണ്ട പ്രസംഗം നടത്തും. എന്നിട്ട് ആ വന്നിരിക്കുന്നവരെല്ലാം വിഡ്ഢികളായിട്ടുള്ളവന്മാർ ആ വാക്യം മാത്രമേ വായിക്കത്തുള്ളൂ. അത് കോണ്ടക്സ്റ്റിൽ നടത്തി മാറ്റി അതൊന്നും തിരിച്ചു ചോദിക്കാനുള്ള സെറ്റപ്പ് ഒന്നും അവർക്കില്ല. അത് കേൾക്കും, അവിടെ കിടന്ന് 4 ചാട്ടമൊക്കെ ചാടിയിട്ട് വീട്ടിൽ പോകും. പക്ഷേ ആൾക്കാരോട് തർക്കിക്കാൻ വരുമ്പം കുറച്ചൊക്കെ മനസ്സിലാക്കണം, കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം, പ്രീടെക്സ്റ്റ് മനസ്സിലാക്കണം, അതിൻ്റെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കണം, ഏത് ഓഡിയൻസിനോടാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കണം, എന്താണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബൈബിൾ വാക്യമായിട്ട് വരാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളോട് ഞാൻ ഒന്നും സംസാരിച്ചില്ലായിരുന്നു. ഞാനൊരു യഹോവ സാക്ഷിക്കാരനും ഒരു കത്തോലിക്കനും തങ്ങളിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ അവന് കൊടുത്ത മറുപടിയാണ്. പക്ഷെ നിങ്ങളിത് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കണ്ണ് തുറക്കുമെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.